കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട്, സൺ മെഡിറ്റേഷനിൽ. അപ്പോൾ ഉണ്ട് ഈ ചേട്ടായി സ്വാമിനെ കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താടാ ധ്യാനത്തിൽ ചേട്ടായി സ്വാമിനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ ചേട്ടായി സ്വാമിയുടെ ഇനി പഴയ ജന്മത്തിൽ എന്തെങ്കിലും വലിയ സംഭവം ആയിരുന്നോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു രൂപം കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഗാന്ധിജീൻ്റെ. അപ്പം ഞാനിങ്ങനെ ഈ ഗാന്ധിജി എവിടെ, ചേട്ടായി സ്വാമി എവിടെ, ഇതെന്താ ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഗുരുജി പറയാറുണ്ടല്ലോ നമ്മളെപ്പോഴും വേറൊരിനെ കുറിച്ച് ഒന്നും അധികം ചോദിക്കരുത്, അധികം ഒന്നും ആലോചിക്കരുത് എന്നൊക്കെ. ഞാൻ എന്നിട്ട് വിട്ടു ധ്യാനത്തിൽ. എനിക്കെന്തിനാ വേറെ ഒരു ഇതിനെ പറ്റിയിട്ട് ഞാനെന്തിനാ ആലോചിക്കുന്നു എന്നിട്ട് വിട്ടു. അത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ടെറേസന്ന് വീട്ടിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും തലയിൽ ഒരു സ്റ്റോറി ഇടർന്ന് വന്നത്. അപ്പോൾ അത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വന്നതാണ് കേട്ടോ, ധ്യാനത്തിലല്ല. ഇനിയിപ്പോൾ അത് കറക്റ്റാണോ ഇല്ല എന്ന് നമുക്കത് അറിയില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അത് സ്റ്റോറി പറയാം, എന്താന്ന് പറയാ വന്നത്. ഈ ഗാന്ധിജിയുടെ അമ്മ വന്നിട്ട് ഭയങ്കര ശിവഭക്തയാണ്. അപ്പോൾ ആ അമ്മ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെ കൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല മകൻ ഗാന്ധിജി ജനിക്കാൻ പറ്റി. അപ്പോൾ കർമ്മചന്ദ്രൻ ഉള്ളത് ആ അമ്മനെ കൊണ്ട് ഒരു മഹാത്മനായി ഇന്ത്യയിൽ ഫേമസ് ആയി. അപ്പോൾ ഈ ഗാന്ധിജിക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ നാട്ടിലേക്കും എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും പുള്ളി പോകും. അവിടെ ആരൊക്കെ നല്ല സത്പ്രവൃത്തികൾ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അവരിനൊക്കെ അങ്ങോട്ട് പോയി മീറ്റാക്കിയിട്ട് അവർക്ക് ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു സ്വഭാവം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തെ അന്വേഷിച്ച് പിടിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളി എന്താക്കുന്നു, നേരെ ശിവഗിരിയിലേക്ക് വരുന്നു. ശിവഗിരിയിലേക്കാന്ന് തോന്നുന്നു. അങ്ങനെ എവിടെ ഒരു സ്ഥലത്തേക്ക് വരുന്നു, ഗുരുവിനെ മീറ്റാക്കുന്നു. അങ്ങനെ ഗുരുവിനോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് ഗുരു സാധാരണ ആളല്ല എന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളിയുടെ ഉള്ളിൽ നിന്ന്, ഈ ഗാന്ധിജിയുടെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഗുരുവിൻ്റെ കൂടെ തന്നെ എൻ്റെ ജീവിതം ഇനി കഴിഞ്ഞാലോ എന്ന് ഉള്ളിൽ തോന്നൽ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇന്ത്യയിൽ മൊത്തം കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, കുറേ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷെ അത് ഗുരുവിനോട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഉള്ളിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ പുള്ളി സംസാരിച്ച് പുള്ളി റിട്ടേൺ പോയാലും പുള്ളിയുടെ കൂടെ ഞാൻ ഇങ്ങനത്തെ ഒരു ഗുരുവിൻ്റെ കൂടെ ഞാൻ എൻ്റെ ജീവിതം കഴിയണമായിരുന്നല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ആ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചേട്ടായി സ്വാമിയായിട്ട് ജനിച്ചിട്ട് ഇപ്പോൾ ഗുരുവിൻ്റെ കൂടെ തന്നെ ശിവഗിരിയിൽ കഴിയുന്ന മാതിരി ഒരു സ്റ്റോറി വന്ന്. അത് അറിയില്ല ഇനിയിപ്പോൾ എത്രത്തോളം കറക്റ്റാണോ എന്തോ അങ്ങനെ ഒരു വന്ന്. ശരി ഇരിക്കട്ടെ ഇത്.